السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. ബഹുമാനവും ആദരവും നിറഞ്ഞ കൂർഗ് ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ കില്ലൂർ തങ്ങളവറുകൾ നമുക്ക് ആദർശ വിശദീകരണം നൽകുന്ന സയ്യിദ് സാദാത്ത് തങ്ങളവറുകൾ, മറ്റു SYS സ്റ്റേറ്റ് പ്രസിഡന്റ് ബഷീർ സാദി ഉസ്താദ് അവറുകൾ, ജില്ലയിലെ മുഴുവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സംഘ കുടുംബ സാരഥികൾ, വിശിഷ്യായി പരിപാടി സംഘടിപ്പിച്ച സോൺ മുസ്ലിം ജമാഅത്തിൻ്റെ കരുത്തരായ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നല്ലത് ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതായത് യഥാർത്ഥ ദീൻ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തെ കിറാമിന് വാക്കിലൂടെയും പ്രവർത്തിയിലൂടെയും എല്ലാ നിലക്കും പഠിപ്പിച്ചു കൊടുത്ത ആദർശം, അത് അതേപടി ഉൾക്കൊണ്ട് ഒരു മാറ്റവുമില്ലാതെ സ്വഹാബത്തെ കിറാം ശേഷമുള്ള തലമുറകൾക്ക് പകർന്നു നൽകി, അവിടെ നിന്നിങ്ങോട്ട് തലമുറയായി കൈമാറി, അതിൽ ഒരാളെയും അതാത് കാലഘട്ടത്തിൽ വന്ന വിശുദ്ധ ഇസ്ലാമിന് നേതൃത്വം നൽകിയ പണ്ഡിത മഹത്തുക്കൾ ഒരാൾക്കും അതിൽ കൈകടത്തലുകൾ അനുവദിക്കാതെ നമ്മിലേക്ക് എത്തിച്ചു തന്ന വിശുദ്ധ പാതയാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ളത്. അത് അതേപോലെ തന്നെ സ്വഹാബത്തെ കിറാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ പരിസരത്ത് കേരളത്തിലെത്തുകയും അവരിൽ നിന്ന് നേരിട്ട് കണ്ട് ഇസ്ലാം പഠിപ്പിച്ച ഒരുപാട് ആളുകൾ പകർത്തിയ സന്ദേശങ്ങൾ ശേഷമുള്ള തലമുറകൾ ഉൾക്കൊണ്ട് ജീവിക്കുകയും അതിൻ്റെയൊക്കെ ഒരു ശാഖ എന്നുള്ള നിലക്കാണ് നമ്മുടെ ജില്ലയിലും ഇസ്ലാമിൻ്റെ വരവും ഉയർച്ചയുമെന്ന് നാം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത്, ഇസ്ലാം ഇവിടെ വളർന്നതും പ്രചരിച്ചതും സാത്വികരായ മഹാന്മാരായ പണ്ഡിതന്മാരുടെ, സൂഫിയാക്കളുടെ, ഔലിയാക്കളുടെയൊക്കെ ജീവിതം കണ്ടുകൊണ്ടാണ്. അതല്ലാതെ ഒരാളുടെ പ്രഭാഷണം കൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടല്ല. ആ മഹാന്മാരുടെ നേർജീവിതം കണ്ട് അത് പകർത്തി വന്നവരാണ് നമ്മുടെ ജില്ലയിൽ താമസിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും. ആ നിലക്ക് ഇസ്ലാമിൻ്റെ തനതായ ശൈലിക്കൊരു മാറ്റവും കൂടാതെ ഇന്ന് എല്ലാവരും അത് ഉൾക്കൊണ്ട് ജീവിക്കുകയാണ്. കാലങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പരിഷ്കരണങ്ങളും പരിഷ്കർത്താക്കളൊക്കെ എന്നുള്ള പേരിൽ ചില ആളുകളൊക്കെ ഉടലെടുക്കൽ സാധാരണയാണ്. അവിടെയൊക്കെ സത്യം മുറുകെ പിടിച്ച് അത് ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യമെന്ന് നാം മനസ്സിലാക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത, തലമുറയായി കൈമാറി വന്ന യഥാർത്ഥ ആദർശത്തിൽ സംശയിക്കാൻ വക നൽകുന്ന ഒന്നുമില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്കൊക്കെ സംശയം വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ വിശ്വാസദാർഢ്യതയുള്ള കുറവ് കൊണ്ടാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ വന്നവർക്കാർക്കും അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ ആർക്കെങ്കിലും ആ രൂപത്തിലുള്ള സംശയങ്ങളുള്ളവരാരുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പഠനവേദിയായി മനസ്സിലാക്കി നമ്മുടെ ഈമാൻ ഒന്നുകൂടി ഉറപ്പിക്കാൻ, ദൃഢമാക്കാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കി യഥാർത്ഥ ദീനനുസരിച്ച് ജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണെന്ന് മനസ്സിലാക്കി എല്ലാവരും ഉൾക്കൊള്ളുകയും ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോവുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ, നമുക്ക് ഈ സന്ദേശം കൈമാറിയ നമ്മുടെ മഹത്തുക്കളായ മഹാരഥന്മാരായ ഉസ്താദുമാർ, സൂഫിയാക്കൾ, അവരുടെയൊക്കെ ദറജ അല്ലാഹു തആല ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ.
നമുക്കൊക്കെ ഹിദായത്തിലായി അല്ലാഹു തആല ദീർഘായുസ്സും തൗഫീഖും നൽകുമാറാവട്ടെ. ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള മഹത്തായ വാക്യത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.